നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീഡിയ എന്നത് ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ്. ദ ഫോർത്ത് എസ്റ്റേറ്റ്. അതിനോടുള്ള മാന്യതയും ബഹുമാനവും കാട്ടണം. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മനസ്സിലായില്ലേ? കൊടുത്തു വാങ്ങേണ്ടതാണ് ബഹുമാനമെന്ന്. ഇങ്ങോട്ട് തരാത്തത് അങ്ങോട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടി മേഡം അവരെ കണ്ടുപിടിച്ച് വേണ്ട ശിക്ഷ കൊടുക്കണം. വെറുതെ വിടാൻ പാടില്ല മേഡം ഒറ്റ ഒരുത്തിനെയും. അവര് കുഞ്ഞുങ്ങളല്ലേ, അവരോട് ഈ ചതി വേണ്ടായിരുന്നു. കണ്ടെത്തിയിരിക്കും മെമ്പറെ, കണ്ടെത്തി കണക്ക് പറയിക്കും. ഈ ശാലിനിക്ക് ജീവനുണ്ടെങ്കിൽ. പ്രശാന്ത്, ജില്ലാ ഭരണ സിരാ കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന അഴിമതിയുടെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും കഥകളാണ്. കോർപ്പറേറ്റ് മാഫിയയും ജില്ലാ ഭരണത്തലവൻ കൂടിയായ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവുമായുള്ള അഴിമതി കഥകൾ കൂടുതൽ പുറത്തുവരുന്ന സുപ്രധാന മുഹൂർത്തങ്ങളിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ പ്രശാന്ത്, കേരളം ഇപ്പോൾ കണ്ണും കാതും നട്ടിരിക്കുന്ന സുപ്രധാന വാർത്ത. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കറുത്ത കരങ്ങൾ തന്നെയാണ് കുട്ടികൾക്കിടയിലുണ്ടായ വിഷബാധയ്ക്ക് പിന്നിലെന്ന് വ്യക്തമാണ്. ചൈന കോളനിയിലെ കുട്ടികൾക്ക് മാത്രമാണ് വിഷബാധയുണ്ടായിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. അമിത് ഗ്രൂപ്പ് എന്ന വമ്പൻ കോർപ്പറേറ്റ് കമ്പനി ഏതാനും നാളുകൾക്ക് മുമ്പ് ചൈന കോളനി നിവാസികളെ ഒഴിപ്പിക്കാനും അവിടെ അനധികൃതമായി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കാനും ശ്രമിച്ചിരുന്നു. ഈ അനധികൃത ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ച മേയർ സുസ്മിത ഇപ്പോൾ ജയിലിലാണ്. ഇത് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന ക്രമക്കേടിന്റെ കഥകൾ ചാനലിലൂടെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അന്ന് സമര നായികയായി ചൈന കോളനി ഒഴിപ്പിക്കുന്നതിനെതിരെ മുൻനിരയിൽ നിന്ന ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു തന്നെയാണ് ഇപ്പോൾ അമിത് ഗ്രൂപ്പ് എന്ന കോർപ്പറേറ്റ് ഭീമന്റെ ദല്ലാളായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നതാണ് വൈരുദ്ധ്യാത്മകം. അതെ പ്രശാന്ത്, അന്ന് ചൈന കോളനി ഒഴിപ്പിക്കാൻ ശ്രമിച്ചത് അമിത് ഗ്രൂപ്പ്, അതിനെതിരെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത് ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. അതേ ശാലിനി വിഷ്ണു തന്നെ ഇപ്പോൾ അമിത് ഗ്രൂപ്പിന്റെ ഭാഗമായ ഈറ്റേഡേ എന്ന കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിക്ക് കുട്ടികൾക്കിടയിൽ ഭക്ഷണ വിതരണത്തിനുള്ള അനുമതി നൽകി. ആ ഭക്ഷണത്തിൽ വിഷബാധയേറ്റ് ചൈന കോളനിയിലെ തന്നെ കുട്ടികൾ ആശുപത്രിയിലായിരിക്കുകയാണ്. ഈശ്വര, ശാലിനി മാഡോ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവറ്റകളെല്ലാം കൂടി ശാലിനി മാഡത്തെ കടിച്ചു കീറുമല്ലോ. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ജനകീയ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ദരിദ്രരോടും പാവങ്ങളോടും സഹാനുഭൂതി പുലർത്തിയിരുന്ന ആ മുഖമറയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് കോർപ്പറേറ്റ് മാഫിയയ്ക്കൊപ്പം പാവങ്ങളുടെ ചോര കുടിക്കുന്ന ഒരു ചെന്നായാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. പ്രശാന്ത്, ചൈന കോളനിയിലെ വിഷബാധയെപ്പറ്റി ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ വിശദീകരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. നിങ്ങളൊന്ന് ഒതുങ്ങി നിൽക്കണം, മാഡത്തിന് ഇറങ്ങാനുള്ളതാ. മാഡം പ്ലീസ്, മാഡം പ്ലീസ്, മാഡത്തിന് ഈ വിഷയത്തിൽ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? മാഡം പ്ലീസ്, മാഡം ഒരു നിമിഷം, മാഡം ഒന്ന് പ്രതികരിക്കണം. ഈ വിഷയത്തിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? മാഡം പ്ലീസ്. ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് എന്ത് വിശദീകരണമാണ് മാഡത്തിന് നൽകാനുള്ളത്? എന്താ കുട്ടിയുടെ പേര്? റോഷ്നി. ജില്ലാ ഭരണകൂടം ഇതിനു മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും റോഷ്നി ഇവിടെ കണ്ടിട്ടില്ല. ഇതല്ലല്ലോ മാഡം എന്റെ ചോദ്യത്തിനുള്ള മറുപടി. കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആരാ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അതെന്റെ ബാധ്യതയാണോ? സിവിൽ സർവീസ് മാനുവലിലൊന്നും ഞാനത് പഠിച്ചിട്ടില്ല. മാഡം, മീഡിയ എന്നത് ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ്. ദ ഫോർത്ത് എസ്റ്റേറ്റ്. അതിനോടുള്ള മാന്യതയും ബഹുമാനവും കാട്ടണം. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മനസ്സിലായില്ലേ? കൊടുത്തു വാങ്ങേണ്ടതാണ് ബഹുമാനമെന്ന്. ഇങ്ങോട്ട് തരാത്തത് അങ്ങോട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഒരു ക്യാമറയുടെ പിൻബലം കൂടി ഉണ്ടെങ്കിൽ ആരെയും അധിക്ഷേപിക്കാം, താറടിക്കാം. ഒരു നിമിഷം കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഇല്ലാതാക്കി കളയാം. പക്ഷേ ഞാൻ സമ്പാദിച്ച IAS എന്ന 3 അക്ഷരം
വർഷങ്ങളുടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചതിന്റെ ഫലമാണ്. പാവപ്പെട്ട ഒരു ചായക്കടക്കാരി കണ്ണീരിലും വിയർപ്പിലും ഉരുക്കിയെടുത്ത സ്വപ്നം. ആ അമ്മയെ മറന്ന ഒരു തീരുമാനവും ഇന്ന് വരെ ശാലിനി വിഷ്ണു എടുത്തിട്ടില്ല. ഇനി അങ്ങനെ വേണ്ടി വരുന്ന നിമിഷം ഈ ജോലി വലിച്ചെറിഞ്ഞ് കുടുംബശ്രീ ഹോട്ടലിൽ പോയി ചായ അടിക്കും ശാലിനി. ഇതിനേക്കാൾ ഭേദവത മാഡം, ചൈന കോളനിയിലെ കുട്ടികൾക്കിടെ ഉണ്ടായ ഭക്ഷ്യ വിഷബാധ സംബന്ധിച്ച പ്രതികരണം വിഷയം പഠിച്ചതിനു ശേഷം ഉണ്ടാകുന്നതായിരിക്കും. മാഡം പ്ലീസ് ഒന്ന് നിൽക്കൂ. വൺ മോർ തിങ്, ഇതിനകത്ത് പ്രവേശിക്കരുത്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. ശവം തേടിയെത്തുന്ന കഴുകന്മാരായ ഒറ്റ എണ്ണത്തിനെ അവിടെ കണ്ട ട്രെസ്പാസിങ്ങിന് കേസെടുത്ത് തൂക്കിയെടുത്ത് അകത്തിടിഞ്ഞാൻ. എന്തൊരു അഹങ്കാരം അവർക്ക്. ഒരു പണി കൊടുക്കാം. പ്രശാന്ത്, ചൈന കോളനിയിലെ കുട്ടികൾക്കിടയിലുണ്ടായ ഭക്ഷ്യ വിഷബാധയെപ്പറ്റി വളരെ ധാർഷ്ട്യത്തോടെയുള്ള പ്രതികരണമാണ് പ്രതിസ്ഥാനത്തുള്ള ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു നൽകിയിരിക്കുന്നത്. ഫയൽ മൊത്തം പഠിച്ചിട്ട് മാത്രം പ്രതികരണം എന്നാണ് കളക്ടർ മീഡിയയോട് പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് വളരെ അപമര്യാദയായി പെരുമാറിയ ജില്ലാ കളക്ടർ ചൈന കോളനി ഭക്ഷ്യ വിഷബാധ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ജില്ലാ കളക്ടർ പദവിയേക്കാൾ നല്ലത് തന്റെ കുടുംബശ്രീ ഹോട്ടലിലെ ചായ അടിക്കുന്ന ജോലിയാണെന്ന് പരാമർശവും ശാലിനി വിഷ്ണു നടത്തിയിട്ടുണ്ട്. പ്രശാന്ത്, ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്നാലും സജി സാറേ, ഇത് കൊടും ചതിയായി പോയിട്ടോ. എന്ത് ചതി? എനിക്കെന്റെ നിലപാട് വ്യക്തമാക്കണ്ടേ? ഞാൻ ചെയ്യാത്ത ഒരുത്തിന് തൂങ്ങാൻ പറ്റുമോ? 10-32 കുട്ടികളെ ഭക്ഷ്യവിഷബാധയേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുക. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും സംഭവിച്ചാ എന്റെ കരിയറും ജീവിതവും എല്ലാം തകരും. എനിക്കെന്റെ രക്ഷ നോക്കിയേ പറ്റൂ. സജി, സജി, മുഖത്ത് നോക്ക്. ബി എ മാൻ. ഏർണിംഗ് മെമ്പർ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റിയെന്നതും ആ ഫയലിൽ ഞാൻ ഒപ്പിട്ട് തന്നെന്ന് നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. പക്ഷേ ആ ഫയലിലെ ക്രമക്കേടുകളെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ? മേഡം, അത് സർക്കാർ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ ഈറ്റ് എ ഡേ എന്ന കമ്പനിയെ പദ്ധതിയിൽ പിൻവാതിലൂടെ തിരികെ കയറ്റിയ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നോ? മേഡം പറഞ്ഞിരുന്നോ എന്ന്? മേഡം പ്ലീസ് എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുമോ? നിങ്ങൾ ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. മേഡം, നിങ്ങൾ ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പോലെ അന്നും ഞാൻ പറയുന്നത് ഒരു അക്ഷരം കേൾക്കാൻ തയ്യാറായോ മേഡം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.